തൃശൂർ കോടാലിയിൽ വീട്ടിൽ നിന്ന് പാമ്പ് കടിയേറ്റ് അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്ന 10 വയസ്സുകാരൻ അനോഷ് ആശുപത്രി വിട്ടു. അനോഷ് പൂർണ്ണ ആരോഗ്യവാനാണെന്ന് അറിയിച്ചു. ഫുട്ബോളും ജേഴ്സി നൽകിയാണ് ആശുപത്രിയിൽ നിന്ന് അനോഷിനെ യാത്രയാക്കിയത്. അനോഷിന്റെ സഹോദരൻ ആൾജോ പാമ്പ് കടിയേറ്റ് മരിച്ചിരുന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി. എനിക്ക് ഫുട്ബോളൊക്കെ കിട്ടി. അടുത്ത മാസം ഓരോ മലയാളിയും പ്രാർത്ഥനയോടെ കാത്തിരുന്നത് 10 വയസ്സുകാരൻ അനോഷ് ഇത് പറയുന്നത് കേൾക്കാനായിരുന്നു. എല്ലാ ചികിത്സയും ഫലം കണ്ടു. അവൻ ചിരിയോടെ വീണ്ടും ജീവിതത്തിലേക്ക്. ഏപ്രിൽ 18 പുലർച്ചെ കോടാലിയിലെ വീട്ടിൽ കിടന്നുറങ്ങുമ്പോഴാണ് അനോഷിനും സഹോദരൻ അൽജോയ്ക്കും ശംഖുവരയന്റെ കടിയേറ്റത്. അൽജോയ്ക്ക് ജീവൻ നഷ്ടമായി. അന്നു മുതൽ വെന്റിലേറ്ററിൽ ചികിത്സയിലായിരുന്നു അനോഷ്. ന്യൂറോ സംബന്ധമായ പ്രശ്നങ്ങളും ശ്വാസ തടസ്സങ്ങളും പൂർണ്ണമായി ഭേദമായി എന്ന് ചികിത്സിച്ച അങ്കമാലി അപ്പോളോ ആശുപത്രിയിലെ ഡോക്ടേഴ്സ് എക്മോ ഉൾപ്പെടെ ചെയ്തു. തീർച്ചയായും ഞങ്ങൾ ഇതിനു മുൻപ് സഞ്ചരിച്ചിട്ടില്ലാത്ത വഴികളിലൂടെ ഞങ്ങൾക്ക് അന്ന് സഞ്ചരിക്കേണ്ടി വന്നു. പാമ്പ് വിഷമേറ്റ് ജീവൻ ബാക്കിയുണ്ടോ എന്ന് സംശയം ഉള്ള ഒരു ശരീരത്തിൽ 12 മണിക്കൂറിനുള്ളിൽ തന്നെ ഞങ്ങൾക്കൊരു മേജർ ശസ്ത്രക്രിയ ചെയ്യേണ്ടി വരിക. ആ ശസ്ത്രക്രിയ സാർ പറഞ്ഞ ഒരു 4 മണിക്കൂറോളം എടുത്ത് ഞങ്ങൾക്ക് പൂർത്തിയാക്കേണ്ടി വന്നു. പൂർണ്ണ ആരോഗ്യമായിട്ടാണ് ഇന്ന് വീട്ടിൽ പോകുന്നത്. ഒരു സാധാരണ കുട്ടി കളിക്കണമെങ്കിൽ കുറച്ച് വേദനയുണ്ട്. എൻ്റെ വിശ്വാസം അനുസരിച്ച് ഒരാഴ്ച കഴിഞ്ഞാൽ അവൻ പൂർണ്ണമായിട്ടും ഒരു ഗ്രൗണ്ടിലിറങ്ങി കളിക്കാൻ പറ്റും. ഒരു മകനെയെങ്കിലും കിട്ടണേ എന്ന പ്രാർത്ഥനയായിരുന്നു. എല്ലാവരോടും നന്ദിയെന്ന് പിതാവ് സിൽജോ. ഇവരെല്ലാവരും പ്രത്യേകിച്ച് അപ്പോളോ ഹോസ്പിറ്റലിൽ അതുപോലെ എല്ലാ സാറന്മാരും, ഇപ്പോൾ ഞങ്ങളുടെ സലീഷയുടെ ആംബുലൻസ് ഡ്രൈവർ വീടിൻ്റെ അടുത്തുള്ള ആളൊക്കെ ഒരുപാട് ഇപ്പോൾ ഇന്ന് വരെ വന്ന ആൾ പോയിട്ടുള്ളത്. കോടാലി വീട്ടിലെ പാമ്പ് ശല്യം തീർന്നുവെന്നുറപ്പില്ലാത്തതിനാൽ മകനുമായി സഹോദരന്റെ വീട്ടിലേക്കാണ് ഇപ്പോൾ മടങ്ങുന്നത്. അനോഷിന്റെ ചികിത്സ പൂർണ്ണമായും സർക്കാർ ഏറ്റെടുത്തിരുന്നു. നിശ്ചിത തുക കുറയ്ക്കുമെന്ന് ആശുപത്രിയും വ്യക്തമാക്കി. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.